السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിൻ്റെ വിശദീകരണമാണ്, അതിൻ്റെ ആമുഖമാണ് നാം നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألف لام را. تلك آيات الكتاب المبين. إنا أنزلناه قرآنا عربيا لعلكم تعقلون. نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا. إن الشيطان للإنسان عدو مبين. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق. إن ربك عليم حكيم.
അലിഫ് ലാം റോ, അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നറിയപ്പെടുന്ന ഈ ഹർഫ് പരിശുദ്ധ ഖുർആനിലെ ചില അധ്യായങ്ങളുടെ തുടക്കത്തിൽ കാണപ്പെടുന്ന ഹുറൂഫുൽ ഹിജായിയയിലെ അറബി അക്ഷരമാലയിലെ ചില അക്ഷരങ്ങൾ. ഇതിന് ഹുറൂഫുൻ മുഖത്തഅ എന്നാണ് അറിയപ്പെടുന്നത്. എഴുതുമ്പോൾ ചേർത്ത് എഴുതുമെങ്കിലും പാരായണം ചെയ്യുമ്പോൾ ചേർത്ത് പാരായണം ചെയ്യുമെങ്കിലും ഹർഫുകളെ വേറെ വേറെ തന്നെയാണ് ഉച്ചരിക്കുന്നത്. അലിഫ് ലാം റോ, അലിഫ് ലാം മീം ഹ മീം ഐൻ സീൻ ഖാഫ് കാഫ് ഹ യ ഐൻ സ്വാദ്, ഇങ്ങനെ മുറിച്ചാണ് ആ ഹർഫുകൾ അങ്ങനെ തന്നെ ഉച്ചരിക്കും. പക്ഷേ ചേർത്ത് പാരായണം ചെയ്യുന്ന അതേ രീതിയിൽ പാരായണം ചെയ്യണം. ഇതിനാണ് അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്, വ്യാഖ്യാനം എന്താണ് എന്ന് നമുക്കറിയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആനിനെ വിശദീകരിച്ച് തരേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. സ്വഹാബികളിൽ നിന്നും ആ നിലക്കുള്ള ഒരു വിശദീകരണം വരാത്തതുകൊണ്ട് മുഫസ്സിരിങ്ങളാരും തന്നെ ഖണ്ഡിതമായി ഇന്നതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയാത്തതുകൊണ്ട് നാമും അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. അല്ലാഹു തബാറക വ തആല അഅലം. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. തിൽക ഇവ, അവ അല്ലെങ്കിൽ ഇവ, ആയാത്ത് വചനങ്ങളാകുന്നു. ആയത്തിൻ്റെ ജംആണ് ആയാത്ത്. ആയാത്തുൽ കിതാബി അതൊരു ഗ്രന്ഥത്തിലെ, അൽ കിതാബിലെ വചനങ്ങളാണ്, അഥവാ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അൽ മുബീനി, അൽ മുബീൻ. അബാന എന്ന് പറഞ്ഞാൽ അബാന യുബീനു ഇബാന, കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനാണ് അബാന എന്ന് പറയുന്നത്. കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥം എന്നാണ് കിതാബുൻ മുബീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തു കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? മുഹമ്മദ് ബിൻ ജരീർ അത്തബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബയ്യിനുൻ ഹലാലുഹു വഹറാമുഹു വറുഷ്ദുഹു വഹുദാഹ്. ഖുർആനിലെ ഹറാമുകൾ എന്താണെന്ന് വ്യക്തമാണ്, ഹലാലുകൾ എന്താണ് എന്ന് വ്യക്തമാണ്, അതിലെ മാർഗദർശനവും അതിലെ അധ്യാപനങ്ങളുമെല്ലാം വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസകാര്യങ്ങൾ, സ്വഭാവം, സംസ്കാരം, അനുഷ്ഠാനം തുടങ്ങി എല്ലാം വളരെ കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നു. ഇനി അവ്യക്തമായ വിഷയങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ പോലും എന്താണ് ചെയ്യേണ്ടത് എന്നതിൽ വ്യക്തതയുണ്ട്. അതെങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിഷിദ്ധമാക്കിയതിനൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു വിഷയം, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു കാര്യം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കിതാബിൽ അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഖുർആനിലുണ്ട് എന്നാണ്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ ലഫ്ളുകൾ ഖുർആനിലില്ല, അത് ഹദീസിലാണുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അത് ഖുർആനിലുണ്ട്, അത് ഖുർആനിലുണ്ട്. എല്ലാ ഹദീസും ഖുർആനിലുണ്ട്, എല്ലാ ഹദീസുകളും സഹീഹായ ഹദീസുകളും ഖുർആനിലുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഫാത്തിഹ മുതൽ നാസ് വരെ ഒരുപാട് തവണ ഓതിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, മര്യാദക്ക് മനസ്സിരുത്തി ഓതിയാൽ കാണാം. എവിടെ? വമാതാകുമുർ റസൂലു ഫഖുദൂഹ്, അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്നതെല്ലാം സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹുവിൻ്റെ റസൂല് നിഷിദ്ധമാക്കിയത് നിങ്ങൾ ഒഴിവാക്കുകയും വേണം. അപ്പോൾ ഇതാണ് വ്യക്തത. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, ഈ ദിക്റിനെ നബിയെ താങ്കൾക്കാണ് അവതരിപ്പിച്ച് തന്നത്. ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്കിതിനെ ബയാൻ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി കൊടുക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കിതാബിനെ വ്യക്തമാക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ
എല്ലാ വിഷയങ്ങളും അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഖുർആനിൽ വ്യക്തമായ സൂചനയില്ലാത്തതിൽ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അതാണ് കിതാബുൻ മുബീൻ, കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലെ ഹലാലുകൾ, ഹറാമുകൾ, അതിൻ്റെ മാർഗദർശനം, അതിൻ്റെ അഖീദ എല്ലാം വ്യക്തമാണ്. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. ഇന്നാ അൻസൽനാഹു, ഇന്ന നിശ്ചയമായും നാം, അൻസൽനാഹു അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. അൻസല യുൻസിലു ഇൻസാലൻ, അവതരിപ്പിക്കുക. അൻസൽനാഹു ഈ കിതാബിനെ അഥവാ മുബീനായ ഈ കിതാബിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ഖുർആനൻ, പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമായി. ഖറഅ യഖറഉ ഖിറാഅതൻ വ ഖുർആന, ഖറഅ യഖറഉ ഖിറാഅതൻ വ ഖുർആന. ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടൽ, പാരായണം ചെയ്യൽ. അപ്പോൾ പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാക്കി ഖുർആനിനെ മാറ്റിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ കിതാബുൻ മുബീനിന് ഖുർആൻ എന്ന് നാം പേര് നൽകിയിരിക്കുന്നു. എങ്ങനെയുള്ള പാരായണം ചെയ്യുന്ന ഗ്രന്ഥമാണ്? അറബിയൻ, അറബി ഭാഷയിലാണ്. അറബി ഭാഷയിലാണ്. എന്തിനാണത് അറബി ഭാഷയിൽ അവതരിപ്പിച്ചത്? ലഅല്ലക്കും താഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. ലഅല്ലക്കും നിങ്ങളായിത്തീരാൻ വേണ്ടി, താഖിലൂൻ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി. അഖല യാഖിലു അഖലൻ, ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുഖാത്തബുകൾ ആരാണെന്ന് പറഞ്ഞാൽ ആരാണ് ഇതിൻ്റെ അഭിസംബോധിതരായ ആളുകൾ? അറബികളാണ്. കാരണം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന പ്രഥമ ഓഡിയൻസ് എന്ന് പറയുന്നത് അറബികളാണ്. അതുകൊണ്ട് തന്നെ അറബികൾക്ക് ചിന്തിക്കണമെങ്കിൽ അവർക്കറിയാവുന്ന ഭാഷയിലായിരിക്കണം അത് വരേണ്ടത്. ഇല്ലെങ്കിൽ അവർ ചോദിക്കും അജമിയുൻ വ അറബി, ഞങ്ങൾ അറബികളാണ്, അപ്പോൾ പിന്നെ അറബി അല്ലാത്ത ഭാഷയിൽ ഈ ഖുർആൻ ഇറക്കിയിട്ട് എന്താണ്, ഞങ്ങൾക്ക് മനസ്സിലാവൂല എന്നു നിങ്ങൾ പറയാതിരിക്കാൻ നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഭാഷയിൽ ലഅല്ലക്കും താഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. അപ്പോൾ അറബികളായ ആളുകൾക്ക് അറബിയിൽ ഇറക്കിയാലേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. മുഹമ്മദ് ബിൻ ജരീർ അത്തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തി, ഇന്ന അൻസൽനാ ഹാദൽ കിതാബൽ മുബീന, കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഈ വേദഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചു. ഖുർആനൻ അറബിയൻ അലൽ അറബ്, അറബി ഭാഷയിലുള്ള ഖുർആൻ. അലൽ അറബ്, അറബികളുടെ മേൽ. ലിഅന്ന ലിസാനഹും വ കലാമഹും അറബി, കാരണം അവരുടെ സംസാരവും അവരുടെ ഭാഷയും അറബി ഭാഷയാണ്. അവിടെ ഇംഗ്ലീഷിൽ ഇറക്കിയിട്ട് കാര്യമില്ല, ഹിന്ദിയിൽ ഇറക്കിയിട്ട് കാര്യമില്ല, മലയാളത്തിൽ ഇറക്കിയിട്ട് കാര്യമില്ല. അവർക്ക് മനസ്സിലാവണമെങ്കിൽ അറബിയിൽ ഇറങ്ങണം. ഫഅൻസൽനാ ഹാദൽ കിതാബ ബിലിസാനിഹിം ലിയഖിലൂഹു വയഫ്ഖഹൂ മിൻ, അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയിൽ ഇത് അവതരിപ്പിച്ചത് അവർ ഗ്രഹിക്കാനും അവർ ചിന്തിക്കാനും വേണ്ടിയാണ്. വദാലിക ഖൗലുഹു അസ്സ വജൽ ലഅല്ലക്കും താഖിലൂൻ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. അപ്പോൾ ഇത് വളരെ നല്ല ഒരു തഫ്സീറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നുണ്ട്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും, ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ആ റസൂൽ ഏത് നാട്ടുകാരനാണോ ആ നാട്ടുകാരുടെ ഭാഷയിലായിക്കൊണ്ടല്ലാതെ. ലിയുബയ്യിന ലഹും, എന്തിനാണത്? കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ. കാരണം ഒരു ജനതയ്ക്ക് മനസ്സിലാകുന്നത് അവരുടെ ഭാഷയാണ്. അപ്പോൾ അവർക്കറിയാവുന്ന ഭാഷയിലെ ഒരു കാര്യം വിശദീകരിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി സംസാരിക്കുന്ന ആളാണ്. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരിലേക്കുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായതെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഷ അറബിയായതുകൊണ്ടും പ്രവാചകൻ്റെ ആദ്യത്തെ അഭിസംബോധിതർ അറബികളായതുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിൽ ഖുർആനിനെ അവതരിപ്പിച്ചു. കാര്യങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ വേണ്ടി. അവർ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സന്ദേശത്തെ ലോകത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കും. അവർ മനസ്സിലാക്കിയ രൂപത്തിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നതാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, ഒരു ജനതയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടത് അവരുടെ ഭാഷയിലായിരിക്കണം. ഖുതുബ മലയാള ഭാഷയിലാവാം, അല്ലെങ്കിൽ ഓരോ നാട്ടുകാർക്കും അവരവരുടെ ഭാഷയിലാകാം എന്നതിന്
പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുള്ളത് ഖുത്ബ എന്ന് പറയുന്നത് വഅളാണ്, ഉപദേശമാണ്, ജനങ്ങളെ ഓർമ്മപ്പെടുത്തലാണ്. ജനങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ എന്താണ് ഞങ്ങളിലുള്ള തിരുത്തേണ്ട കാര്യം എന്ന് ഖത്തീബ് പറയുന്നത് അവർക്ക് മനസ്സിലാവണം, എന്നാലേ അവർ തിരുത്തുള്ളൂ. മദ്യപാനിയായ ഒരാൾ പള്ളിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ മദ്യപിക്കരുത് എന്ന വിഷയത്തിലാണ് ഖുത്ബയെങ്കിൽ മദ്യപിക്കരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് അയാൾക്ക് മനസ്സിലാവണം. ഇല്ലെങ്കിൽ ആ മദ്യപാനി പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പും പള്ളിയിലേക്ക് വന്നതിന് ശേഷവും അയാളുടെ അവസ്ഥ ഒരുപോലെ ആയിരിക്കും. ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ല സൂറത്തു ഇബ്രാഹിമിൽ അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഒരു വഅള്, ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം, എന്നാലേ അയാൾ തൻ്റെ ജീവിതത്തിലെ തെറ്റുകളെ തിരുത്തുകയുള്ളൂ, ചെയ്യേണ്ട നന്മകൾ കൊണ്ടുവരികയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിൽ അവതരിപ്പിച്ചു. ആ ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പിന്നീട് ഇൻഷാ അല്ലാഹ് അവരത് പഠിച്ച് മനസ്സിലാക്കി മറ്റു തലമുറകളിലേക്ക് അവർ അത് എത്തിക്കുന്നതാണ്. ഇത് വളരെ ഖാസായ ഈ ആയത്തിൻ്റെ പരിധിയിൽ തന്നെ നിന്നുകൊണ്ടുള്ള തഫ്സീറാണെങ്കിൽ കുറച്ചുകൂടി വിശാലമായ ഒരു തഫ്സീർ ഈ ആയത്തിന് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഇതും ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. അഥവാ പരിശുദ്ധ ഖുർആനിനെ അറബി ഭാഷയിൽ ഇറക്കി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏതൊരു കാര്യവും പെട്ടെന്നുള്ളൊരു പ്ലാനിൽ ഉണ്ടാവുന്നതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു ഖദറാക്കിയതനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാം അള്ളാഹു നേരത്തെ അറിഞ്ഞിരിക്കുന്നു, പിന്നെ അള്ളാഹു അത് കിതാബായി എഴുതിയിരിക്കുന്നു, അള്ളാഹു അത് ഖദറാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവസാനത്തെ ലോകാവസാനത്ത് ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ സകല മനുഷ്യരിലേക്കുമുള്ള അവസാനത്തെ പ്രവാചകൻ അറബി ഭാഷ സംസാരിക്കുന്ന പ്രവാചകനാവുക എന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടായതാണ്, യാദൃശ്ചികതയല്ല എന്നർത്ഥം. എന്തുകൊണ്ട് അവസാന വേദഗ്രന്ഥം എന്നെന്നും നിലനിൽക്കുന്ന അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞ വേദഗ്രന്ഥമായ ഖുർആൻ അറബി ഭാഷയിലായി? എന്തുകൊണ്ട് ലോകത്തിന് മുഴുവൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷ സംസാരിക്കുന്ന ആളായി? അത് പരിശോധിക്കുമ്പോഴാണ് ഇതര ഭാഷകളിൽ നിന്ന് അറബി ഭാഷയുടെ പ്രത്യേകത മനസ്സിലാകുന്നത്. അതുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഖിലൂൻ വദാലിക ലിഅന്ന ലുഗതൽ അറബി അഫ്സഹുൽ ലുഗാതി വഅബ്യനുഹാ വഔസഉഹാ. ഭാഷകളിൽ വെച്ച് ഏറ്റവും വ്യക്തതയുള്ളതും കാര്യങ്ങളെ കൃത്യമായി വിശദീകരിക്കാൻ പറ്റുന്നതും ധാരാളം വിശാലതയുള്ളതുമായ ഭാഷ അറബി ഭാഷയാണ്. സത്യസന്ധമായി പഠിക്കുന്ന ആളുകൾക്കത് മനസ്സിലാകും. വഅക്സറുഹാ തഅദിയതൻ ലിൽ മആനി അല്ലതി തഖൂമു ബിന്നുഫൂസ്. ഹൃദയങ്ങളിൽ നിൽക്കുന്ന, ആത്മാവിൽ നിലനിൽക്കുന്ന രൂപത്തിൽ മഅനയെ, അർത്ഥത്തെ വളരെ കൃത്യമായി മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യാൻ അറബി ഭാഷയ്ക്കുള്ള കഴിവ് പോലെ മറ്റൊരു ഭാഷയ്ക്കില്ല. ചിലപ്പോൾ ഒറ്റ കലിമത്തിൽ ഫിഇലും ഫാഇലും മഫ്ഊലും എല്ലാം ഉണ്ടാകും. പ്രവർത്തിച്ച ആൾ ആണാണോ പെണ്ണാണോ, നടന്ന പ്രവൃത്തി പാസ്റ്റിലായിരുന്നോ പ്രസൻറ്റിലായിരുന്നോ ഫ്യൂച്ചറിലാണോ, ഒരാളാണോ രണ്ടാളാണോ മൂന്നാളാണോ, അതേപോലെ തന്നെ അവർ പ്രവർത്തിച്ച പ്രവർത്തനം ഏതിലാണ് വന്നു ഭവിച്ചത്, അവരെത്രയാണ്, ഏകവചനമാണോ ബഹുവചനമാണോ, കൂടുതൽ ആളുകളുണ്ടോ, ജീവനുള്ളതാണോ ഇല്ലാത്തതാണോ എന്നത് ഒരൊറ്റ കലിമത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ ജീവസുറ്റ ഭാഷ. അറബി ഭാഷയുടെ പ്രത്യേകത അതിന് പഴക്കമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മറ്റു പല ഭാഷകളും പഴയ കാലത്തുള്ളതല്ല ഇന്നുള്ളത്. ഒരു 50 വർഷം കൊണ്ട് 100 വർഷം കൊണ്ട് ഒരു ഭാഷ തന്നെ ഇല്ലാതാകും, തീർത്തും പുതിയ വാക്കുകൾ വരാം. പക്ഷേ അറബി ഭാഷയുടെ പ്രത്യേകത, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പോലും അവിടെയുള്ള ആളുകൾക്ക് വ്യക്തതയുള്ള ഭാഷയാണ്. അതാണ് ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിനെ അജമികളായ ആളുകൾ ഖുർആൻ ഓതാൻ തുടങ്ങി. ഇസ്ലാം വ്യാപിച്ചു, പല നാടുകളിലുമുള്ള ആളുകൾ ഖുർആൻ ഓതാൻ തുടങ്ങി.
അവരുടെ പാരായണത്തിൽ തെറ്റുകൾ വരുന്നുണ്ട്, അത് വലിയ അപകടം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന നിലക്കേ പാരായണം ചെയ്യാൻ പാടുള്ളൂ എന്നൊരു പൊതു നിയമം ഖലീഫ, ഒരു ഹാക്കിം, ഒരു ഭരണാധികാരി പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഖുർആനിൻ്റെ ക്രോഡീകരണം നേരത്തെ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ആ കോപ്പി വെച്ചുകൊണ്ടും വീണ്ടും ഒരിക്കൽ കൂടി അതിൻ്റെ കോപ്പിയെടുത്തും ഒന്നുകൂടി കൃത്യത വരുത്തിയും അദ്ദേഹം അതിനെ ക്രോഡീകരിക്കുകയുണ്ടായി. ആ സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്: പാരായണത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ അത് ഖുറൈശികൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ കൃത്യമാക്കുക. കാരണം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ബിലിസാനിൻ അറബിയിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ്. ഉമ്മുൽ ഖുറ ലിതുൻദിറ ഉമ്മൽ ഖുറ, ഉമ്മുൽ ഖുറയാണ് ആദ്യത്തെ അഭിസംബോധിതർ. അതുകൊണ്ട് ഹറമിൻ്റെ പരിസരത്തുള്ള മക്കയിലുള്ള ആളുകളുടെ ഭാഷയിലായിരിക്കണം അത് ചെയ്യേണ്ടത്. അപ്പോൾ ജീവസ്സുറ്റ ഭാഷയായി അന്ന് നിലനിന്ന ആ ഭാഷ 1400 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും അതേ പാറ്റേൺ, എവിടെയും ഒരു വ്യത്യാസമില്ല. അതിൻ്റെ ഗ്രാമറിലോ ഒന്നിലും എവിടെയും വ്യത്യാസം കാണാൻ കഴിയില്ല. ഇങ്ങനെ നിലനിൽക്കുന്ന ഒരേ ഒരു ഭാഷ അറബി ഭാഷ മാത്രമാണ്. അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഓരോ ലഫ്ളുകളും വസ്തുവിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നു. മറ്റു ഭാഷകളിലും അതുണ്ടെങ്കിലും അറബിയിൽ അതുള്ളതുപോലെ മറ്റൊരു ഭാഷയിലുമില്ല. അഥവാ ഒരു വസ്തുവിന് പേരിടുന്നത് അതിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. പരിശുദ്ധ ഖുർആനിലെ ഏത് വാക്കുകൾ എടുത്തു നോക്കിയാലും, അറബി ഭാഷയിലെ ഏത് വസ്തുവിൻ്റെ പേരുകൾ എടുത്തു നോക്കിയാലും അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അല്ലമ ആദം അൽ അസ്മാഅ കുല്ലഹ, എല്ലാറ്റിൻ്റെയും പേര് പഠിപ്പിച്ചു കൊടുത്തു. അന്ന് ഓരോ പേരുകളും പഠിച്ചത് വസ്തുവിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. ഇസ്മ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒന്നിൻ്റെ അടയാളം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുന്ന അടയാളം എന്താണ്? അത് പ്രവൃത്തിയാണെങ്കിലും ശരി, വസ്തുക്കളാണെങ്കിലും ശരി, ഏതാണെങ്കിലും ശരി, ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാവുന്ന ക്വാളിറ്റി അടക്കം കൊടുത്തുകൊണ്ടുള്ള പേര്, അതാണ് യഥാർത്ഥത്തിൽ ഇസ്മ എന്ന് പറയുന്നത്. അറബി ഭാഷ പരിശോധിച്ചാൽ ഓരോ ഫിഇലിൻ്റെയും, ഓരോ പ്രവർത്തനങ്ങൾ, ഓരോ വസ്തുക്കൾ, എല്ലാറ്റിൻ്റെയും പേരുകൾ കൃത്യമായ അർത്ഥമുള്ളതും ആ വസ്തുവിനോടും ആ വസ്തുതയോടും 100% യോജിക്കുന്നതാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ ആശയവും വസ്തു എന്താണ് എന്നൊക്കെ ലഭിക്കുന്ന ഒരു സ്വഭാവം അറബി ഭാഷക്കുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്, മഅന വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന ഭാഷയാണ് അറബി ഭാഷ. ഫലിഹാദ അൻസല അഷ്റഫുൽ കുതുബി ഫലിഹാദ ഉൻസില അഷ്റഫുൽ കുതുബി ബി അഷ്റഫിൽ ലുഗാത്ത്. ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമായ ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. അല അഷ്റഫിർ റുസുൽ, റസൂലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ റസൂലിന് ബിസിഫാറത്തി അഷ്റഫിൽ മലായിക, മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഷ്റഫായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെ അടക്കമുള്ള സഫറത്തുകളിലൂടെയാണത് ലഭിച്ചിട്ടുള്ളത്. വകാന ദാലിക ഫീ അഷ്റഫി ബിഖാഇൽ അർദ്, അത് അവതരിപ്പിക്കപ്പെട്ടതും ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, അതാണ് മക്ക. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മക്കയാണ്. ആ മക്കയിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. വബ്തദഅ ഇൻസാലുഹു ഫീ അഷ്റഫി ശുഹൂരിസ് സനതി വഹുവ റമദാൻ, വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിലെ രാത്രികളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്റിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. ഫകമുല മിൻ കുല്ലിൽ വുജൂഹ്, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നിങ്ങൾ ഏത് ഡയറക്ഷനിലൂടെ നോക്കിയാലും ഏറ്റവും അഷ്റഫായതല്ലാത്ത ഒന്നും ഖുർആനുമായി ബന്ധപ്പെടുത്തി പറയാനില്ല. അള്ളാഹുവിൻ്റെ കലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, റൂഹുൽ അമീനാണത് കൊണ്ടുവന്നത്. അതും എവിടേക്ക്? അലാ ഖൽബിക, നബിയെ താങ്കളുടെ ഹൃദയത്തിലേക്ക്. ലോകത്തിലെ ഏറ്റവും അഷ്റഫായ ഹൃദയം, ഏറ്റവും പരിശുദ്ധമായ ഹൃദയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം, അതും പരിശുദ്ധമായ റമളാൻ മാസത്തിൽ, അതും ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിൽ. ഇനി എന്തു പറയണം? ഏറ്റവും നല്ലൊരു രാജ്യത്ത്, ഏറ്റവും പരിശുദ്ധമായ ഹറമിൻ്റെ പരിസരത്ത്, അതാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. ചിന്തിച്ചോളൂ, എന്തുകൊണ്ട് അറബി ഭാഷയിലായി?
അപ്പോൾ നേരത്തെ പറഞ്ഞ വ്യാഖ്യാനവും ഈ വ്യാഖ്യാനവും രണ്ടും കൂടി ആകുമ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ വളരെ നല്ല ഒരു തഫ്സീറാണ് നമുക്ക് ലഭിക്കുന്നത്. വലില്ലാഹിൽ ഹംദു വൽ മിന്ന. ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അങ്ങനെയാണെങ്കിൽ, ഇത്രയും ശ്രേഷ്ഠമാണ് ഖുർആനെങ്കിൽ, കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥമാണെങ്കിൽ, നിങ്ങളുടെ ചിന്തയെ ഉണർത്തുന്നതാണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളെങ്കിൽ, അത് ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങുന്ന ഭാഷാ പ്രയോഗങ്ങളാണെങ്കിൽ, അപ്പോൾ പിന്നെ ആ ഒരു ഭാഷയിൽ, ആ ഒരു ഗ്രന്ഥത്തിൽ ഒരു നല്ല കഥ കൂടി വിശദീകരിക്കപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാകും? നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമായിരിക്കും. കാരണം ഒരു സ്റ്റോറി പറയുമ്പോൾ ലാംഗ്വേജിൻ്റെ ഭംഗി ആ സ്റ്റോറിയെ ഭംഗിയുള്ളതാക്കുന്നതാണ്. ഭാഷയുടെ ഭംഗി ആഖ്യാനത്തിൻ്റെ ഭംഗിയെ വർദ്ധിപ്പിക്കും. ഭംഗിയില്ലാത്ത ഭാഷയാണെങ്കിൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. ഖസ്സ യഖുസ്സു ഖസ്സൻ എന്ന് പറഞ്ഞാൽ ചരിത്രം പറയുക, കഥ പറയുക. നഹ്നു നഖുസ്സു അലൈക, നബിയെ താങ്കൾക്ക് നാം ഒരു കഥ പറഞ്ഞു തരാം, ഒരു ചരിത്രം പറഞ്ഞു തരാം. അതിൻ്റെ പ്രത്യേകത അഹ്സനൽ ഖസസി, കഥകളിൽ ഏറ്റവും നല്ല കഥയാണ്. അഹ്സനൽ ഖസസി. ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. എന്താ കാരണം? ബിമാ ഔഹൈന, നാം താങ്കൾക്ക് വഹിയായി നൽകിയിരിക്കുന്നു. ഔഹ യൂഹി ഈഹാൻ, വഹിയായി നൽകുക. ബിമാ ഔഹൈന ഇലൈക, താങ്കൾക്ക് നാം വഹിയായി നൽകിയിരിക്കുന്നു. ഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ. വഇൻ കുൻത മിൻ ഖബ്ലിഹി, താങ്കൾ ഇതിനു മുമ്പ് ആയിരുന്നു ലമിനൽ ഗാഫിലീൻ, ഗാഫിലീങ്ങളിൽ, അശ്രദ്ധന്മാരിൽ, ഗഫലത്തിൽ പെട്ട ആളായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് താങ്കൾക്ക് അറിയില്ലായിരുന്നു എന്നർത്ഥം. അതിനെക്കുറിച്ച്, അത്തരമൊരു ചരിത്രത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്തയിലേക്ക് വന്നിട്ടില്ല എന്നർത്ഥം. അത്തരമൊരു കഥ അള്ളാഹുവിൻ്റെ റസൂല് കേട്ടിട്ടില്ല എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ വ്യക്തമാക്കുകയാണ്. റസൂല് പറയല്ല, അള്ളാഹു പറയാണ്. വഇൻ കുൻത മിൻ ഖബ്ലിഹി, ഇത് വഹിയായി താങ്കൾക്ക് വരുന്നതിന് മുമ്പ് ലമിനൽ ഗാഫിലീൻ, താങ്കൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത അവസ്ഥയിലായിരുന്നു, ഗഫലത്തിലായിരുന്നു, അശ്രദ്ധയിലായിരുന്നു. എന്നാൽ വേദക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ ആമുഖത്തിൽ പറഞ്ഞത്, ഈ ഒരു അധ്യായം അവതരിപ്പിക്കപ്പെടാനുള്ള പശ്ചാത്തലങ്ങൾ പറയുന്നിടത്ത് പല തഫ്സീറുകളിലും കണ്ടിട്ടുള്ളത്, യഹൂദന്മാർ മക്കാ മുശ്രിക്കുകളോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന സ്വഭാവമുള്ള ഒരു പ്രവാചകനെക്കുറിച്ച് ചോദിക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പറയാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹം നബിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടയാളം കൊണ്ട് അവർ മനസ്സിലാക്കിയിരുന്നു. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഷാമിലേക്ക് യാത്ര പോയപ്പോൾ, അന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 12 വയസ്സാണ്. അവിടെയുള്ള യഹൂദ റബ്ബിമാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയാണ്. കണ്ട മാത്രയിൽ അദ്ദേഹം പറഞ്ഞു, ഇത് അവസാനത്തെ റസൂലാണ്, ഇത് അവസാനത്തെ റസൂലാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അവസാനത്തെ റസൂലാണിത്. അടയാളങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെയും കൊണ്ട് നിങ്ങൾ റോമുകാരുടെ അടുത്തേക്ക് പോവരുത്. അടയാളം മനസ്സിലാക്കിയാൽ അസൂയ കൊണ്ട് അവർ മുഹമ്മദിനെ കൊന്നുകളഞ്ഞേക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ചില ചോദ്യങ്ങളുമായി വരും നബിയുടെ നുബൂവത്ത് സ്ഥിരീകരിക്കാൻ. അവരിൽ പലരും വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ മഹാഭൂരിപക്ഷവും അസൂയ കാരണം മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. വേദക്കാർക്ക് സ്വന്തം മക്കളെ അറിയാവുന്നത് പോലെ, നഷ്ടപ്പെട്ട മക്കളെ ഒരിടത്ത് വെച്ച് കണ്ടാൽ ഉപ്പ തിരിച്ചറിയുന്നത് പോലെ മുഹമ്മദ് നബിയെ അവർക്കറിയാം, അടയാളങ്ങൾ കൊണ്ടറിയാം. അങ്ങനെ അവർ അടയാളത്തിന് വേണ്ടി ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണ് യൂസുഫ് നബിയുടെ ചരിത്രം. അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു പ്രവാചകനല്ലാതെ അത് പറയാൻ കഴിയില്ല എന്നവർ പറഞ്ഞു. അപ്പോഴാണ് ഈ അധ്യായം അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തബാറക വ തആല അഅലം. അതിലേക്ക് സൂചന നൽകുന്നുണ്ട് ഈ ആയത്ത്. കാരണം ഇവിടെ പറയുന്നത് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ലൊരു കഥ പറയാം. ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ. 2 പോയിൻ്റാണ് അതിലുള്ളത്. ഒന്ന്, ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ താങ്കൾക്ക് വഹിയായി ലഭിക്കുന്നതാണ് എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ ചരിത്ര വിവരണം.
വഹയിലൂടെയല്ലാതെ ഒരാൾക്കത് പറയാൻ കഴിയില്ല. ഈ ചരിത്രം ഇത്ര കൃത്യമായി വഹയിലൂടെ അല്ലാതെ ഒരാൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ യഹൂദർ സംശയിക്കണ്ട, മുശ്രിക്കുകൾ സംശയിക്കണ്ട, ഇത് വഹയാണ്. മുഹമ്മദ് നബി യഥാർത്ഥ നബിയാണ്, യഥാർത്ഥ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേക്ക് തെളിവ് നൽകുന്നു. ഈ കഥ അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തത്, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും മഹത്വമേറിയതാണെങ്കിൽ, ഔന്നിത്യമേറിയതാണെങ്കിൽ അത്തരമൊരു ഗ്രന്ഥത്തിലെ അങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ വരേണ്ട കഥയും ഏറ്റവും നല്ല കഥയായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഏറ്റവും നല്ല കഥ ഈ ഖുർആനിലൂടെ ഇതാ വിശദീകരിക്കപ്പെടുന്നു. ഇതിനു മുമ്പ് താങ്കൾ തീർത്തും അശ്രദ്ധരുടെ കൂട്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു താങ്കൾക്ക്. ശേഷം ഇനി ആ ചരിത്രത്തിലേക്ക് പോവുകയാണ്. ഇദ് ഖാല യൂസുഫു ലി അബീഹി, ഇദ് ഖാല യൂസുഫു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലി അബീഹി, തൻ്റെ പിതാവിനോട് പറഞ്ഞു, യാ അബത്തി, എൻ്റെ പിതാവേ, എൻ്റെ ഉപ്പ, ഇന്നി, നിശ്ചയമായും ഞാൻ, റഅയ്തു, ഞാൻ കണ്ടിരിക്കുന്നു, അഹദ അശറ കൗകബ, 11 നക്ഷത്രങ്ങളെ കണ്ടിരിക്കുന്നു. ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടിരിക്കുന്നു. വശംസ വൽ ഖമറ, ഒരു സൂര്യനെയും ഒരു ചന്ദ്രനെയും കണ്ടിരിക്കുന്നു. റഅയ്തുഹും, ഞാൻ അവരെ കണ്ടു, ലീ, എനിക്ക്, സാജിദീൻ, സുജൂദ് ചെയ്യുന്നതായി. സജദ യസ്ജുദു സുജൂദൻ, സാജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്നവൻ. സാജിദീൻ, എനിക്ക് സുജൂദ് ചെയ്യുന്നതായി കണ്ടു. അപ്പം ചരിത്രത്തിൻ്റെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ചരിത്രം ശ്രദ്ധേയമാകുന്നത് ഇവിടെ മുതലാണ് കാര്യങ്ങൾ ആരംഭിക്കുന്നത് എന്നർത്ഥം. ഇവിടെ മുതലാണ് കാര്യങ്ങൾ ആരംഭിക്കുന്നത്. ഇത് ഖാല യൂസുഫു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ലി അബി, തൻ്റെ ഉപ്പയോട് പറഞ്ഞു, യാ അബത്തി, എൻ്റെ പിതാവേ. അതിൽ 2 പോയിന്റുകളുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, തൻ്റെ പിതാവിനെ അഭിസംബോധന ചെയ്യുന്ന ശൈലി നോക്കൂ. യാ അബത്തി, ബഹുമാനവും ആദരവും നിറഞ്ഞ വാക്കുകളാണ്. മക്കൾ ഉപ്പമാരെ വിളിക്കേണ്ടത് അങ്ങനെയാണ്, അതബോടുകൂടി വിളിക്കണം. പിതാവേ, അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഏതാണോ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പ്രയോഗം, ആ നാട്ടിലെ പ്രയോഗം അനുസരിച്ച് വിളിക്കാം. പക്ഷേ അത് ബഹുമാനത്തെയും ആദരവിനെയും കുറിക്കുന്നതായിരിക്കണം. എന്നാൽ ഇന്നത്തെ മക്കൾ വളരെ പരുഷമായും വളരെ മോശമായുമാണ് മാതാപിതാക്കളെ അഭിസംബോധന ചെയ്യുന്നത്. അത് ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും മാന്യമായ വാക്കുകൾ മാതാപിതാക്കളോട് യൂസ് ചെയ്യണം. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന വാക്ക് പോലും പറയരുത്. അപ്പോൾ ഒരു ഉപ്പയോട് സംസാരിക്കുമ്പോൾ ഏറ്റവും ബഹുമാനമുള്ള വാക്ക് സംസാരിക്കണം എന്നാണ്. ഇതിവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പ എന്ന് വിളിക്കുന്നത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഹുവ നബിയുൻ, ഒരു നബിയാണ് വിളിക്കുന്നത്. എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇതേപോലെയാണ് വിളിച്ചത്, യാ അബത്തി. ആരെയാ വിളിച്ചത്? ഒരു കാഫിറിനെ, ഒരു മുശ്രിക്കിനെ, വിഗ്രഹത്തെ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയും വിഗ്രഹാരാധന നടത്തുകയും ചെയ്ത, രണ്ടും കൂടി ഉള്ള ആളാണ്. പക്ഷെ എന്നിട്ടും അവിടെ വിളിയിൽ എന്തില്ല? വ്യത്യാസമില്ല. എന്ന് പറഞ്ഞാൽ ഉപ്പ ഇനി മോശക്കാരനാണെങ്കിൽ പോലും മക്കൾ ആ ഉപ്പയെ വിളിക്കേണ്ടത് ആ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ടുള്ള വിളി തന്നെയാണ്. അതാണ് വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ദുനിയാവിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല സുഹബത്ത് അത് അമുസ്ലിമായ പിതാവാണെങ്കിലും ശരി, അമുസ്ലിമായ മാതാവാണെങ്കിലും ശരി, ദുനിയാവിൽ ഏറ്റവും നല്ല മര്യാദക്കാണ് അവരോട് സംസാരിക്കേണ്ടത്. അതേസമയത്ത് ആശയങ്ങൾ പറയാം. ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, അത് ആശയമാണ്. പക്ഷെ വിളിക്കുമ്പോൾ യാ അബത്തി, പൊന്നു പിതാവേ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണമെന്ന് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. രണ്ടാമത്തത്, ഇതുപോലെയുള്ള ഒരു സ്വപ്നം എന്നുള്ളതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് ആർക്കും അറിയാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്കറിയാം. കാരണം ഒരു നബിയുടെ കുടുംബത്തിലുള്ള ഒരു മകനാണ്. അതുകൊണ്ട് തന്നെ ആ നബി കുടുംബത്തിൽ വളർന്ന കുട്ടി എന്നുള്ള നിലക്ക് തനിക്ക് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകമായ ഒന്ന് അത് തൻ്റെ ഉപ്പയുമായി ഷെയർ ചെയ്യണം എന്നാണ്
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കരുതിയത്. വേറെ ആരോടും പറഞ്ഞില്ല. സഹോദരന്മാരുണ്ട്, 11 സഹോദരന്മാരുണ്ട്, അവരോട് പറഞ്ഞില്ല. മറിച്ച് ഉപ്പയോട് പറയണം. അവിടെ ഉപ്പയോട് പറയണമെന്നിടത്ത് 2 പോയിൻ്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഉപ്പയോട് പറയണമെന്നിടത്ത് 2 പോയിൻ്റ് ഉണ്ട്. ഒന്നാമത്തത്, മക്കൾ ഏത് കാര്യവും പങ്കുവെക്കേണ്ടതും ആദ്യം അറിയിക്കേണ്ടതും മാതാപിതാക്കളെയാണ്. രണ്ടാമത്തത്, പിതാവ് ആലിമാണ്, നബിയാണ്, നുബുവത്തുള്ള ആളാണ് പിതാവ്. അതുകൊണ്ട് തന്നെ ഇൽമുള്ള ആളുകളോടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ഷെയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയെ തിരഞ്ഞെടുത്തു. കാരണം ഈ വിഷയം പറയാൻ അർഹനായിട്ടുള്ളത് ഉപ്പയാണ്. എന്നാൽ പലപ്പോഴും കുട്ടികൾ ആധുനിക കാലഘട്ടത്തിൽ മക്കൾ അവരുടെ കാര്യങ്ങളൊന്നും അവർ മാതാപിതാക്കളുമായി ഷെയർ ചെയ്യുന്നില്ല, അവരോട് പറയുന്നില്ല. അവർക്കൊരു നിഅമത്ത് ലഭിച്ചാൽ അവർ ഭാര്യയോട് പറയും, മക്കളോട് പറഞ്ഞേക്കാം, കൂട്ടുകാരോട് പറയും, മറ്റു പലരോടും പറയും. ഉമ്മയുമായോ ഉപ്പയുമായോ അവർ ഷെയർ ചെയ്യൂല. അത്തരമൊരു സ്വഭാവം നല്ലതല്ല. ഉപ്പയോട് പറയുക. ആ ഒരു പോയിന്റും ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നി റഅയ്തു യഅനി ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നി റഅയ്തു, ഞാൻ കണ്ടിരിക്കുന്നു. ഐ റുഇയ, ഇവിടെ റആ യറാ റുഇയതൻ, 3 അർത്ഥങ്ങളുള്ളൊരു വേർഡാണത്. റആ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് നേർക്കുനേരെ കാണുക, റുഇയ കാണുക. സ്വപ്നം കാണുന്നതിന് അത് പറയും റആ യറാ റുഇയതൻ എന്ന് പറയും. ഒരഭിപ്രായം പറയുന്നതിനും റആ എന്ന് പറയും. റആ യറാ റഅയൻ, അഭിപ്രായം, റഅയ് അഭിപ്രായം. അപ്പോൾ ഇവിടെ ഉദ്ദേശം സ്വപ്നത്തിൽ കണ്ടു എന്നാണ്. ഇന്നി റഅയ്തു, ഞാൻ കണ്ടിരിക്കുന്നു. 11 കൗകബ, 11 നക്ഷത്രങ്ങളെ കണ്ടിരിക്കുന്നു. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കണ്ടിരിക്കുന്നു. റഅയ്തുഹും, ഞാൻ അവരെ കണ്ടത്. ലീ, അവർ എനിക്ക്. സാജിദീൻ ഐ ഖാദിഈൻ, ഇവിടെ സുജൂദ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നുകിൽ ഭാഷാപരമായ അർത്ഥമാണ്. ഭാഷയിൽ സജദ എന്ന് പറഞ്ഞാൽ ഖദഅ, കീഴൊതുങ്ങുക. അത് നമ്മൾ മനസ്സിലാക്കിയ 8 അവയവങ്ങളിലുള്ള സുജൂദ് തന്നെ ആവണമെന്നില്ല. തല കുനിച്ചാലും അതിനും സുജൂദ് എന്ന് പറയും. ഒരാൾ തല കുനിച്ചാൽ അതിനും സുജൂദ് എന്ന് ഭാഷയിൽ പറയും. ഒരാൾ വിനയപ്പെട്ട് കുനിഞ്ഞു നിന്നാൽ അതിന് സുജൂദ് എന്ന് പറയും. കീഴൊതുങ്ങുന്നതിനും സുജൂദ് എന്ന് പറയും. കീഴൊതുങ്ങുക, ഒരാളുടെ കൽപ്പനക്ക് പരിപൂർണമായും കീഴൊതുങ്ങുക, അൽ ഖുദൂഉ വത്തദല്ലുൽ, അതിനും സുജൂദ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഉലമാക്കൾ പറയുന്നത്, മുഫസ്സിരിങ്ങൾ പറയുന്നത്, ബഹുമാനം കാണിക്കുന്ന അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഒരു രീതി ചെയ്യുന്നതായിട്ട് കണ്ടതാകാം. ഇനി അല്ലെങ്കിൽ നമുക്ക് തന്നെ പരിചയമുള്ള അക്ഷരാർത്ഥത്തിലുള്ള ഭൂമിയിൽ മുഖം വെച്ചുകൊണ്ടുള്ള സുജൂദുമാകാം. രണ്ടാണെങ്കിലും ഈ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിനയം പ്രകടിപ്പിക്കുന്ന, അദ്ദേഹത്തിന് പരിചയമുള്ള വിനയം പ്രകടിപ്പിക്കുകയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അവർ ചെയ്തു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇവിടെ 11 മക്കൾ, 11 നക്ഷത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാക്കൾ വ്യക്തമാക്കി, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 12 മക്കളിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒഴികെയുള്ള 11 മക്കളാണ്. അതിൽ തന്നെ ചരിത്രകാരന്മാർ പറയുന്നത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും സഹോദരൻ ബിന്യാമീൻ, ഇവർ രണ്ടുപേരും ഒരു ഉമ്മയിലുണ്ടായതും മറ്റു 10 മക്കൾ മറ്റു ഉമ്മമാരിൽ അല്ലെങ്കിൽ ഒരു ഉമ്മയിൽ ഉണ്ടായതാണ്. ഒരേ ഉമ്മയുടെ മക്കളല്ല 12 ആളും. മറിച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും ബിന്യാമീനും ഒരു ഉമ്മയുടെ മക്കളും, ബാക്കിയുള്ളവർ മറ്റ് ഉമ്മമാരുടെ അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ തന്നെ 10 മക്കൾ. അപ്പോൾ 11 സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ബിന്യാമീൻ അടക്കം ഉൾക്കൊള്ളുന്ന 11 സഹോദരങ്ങൾ, ടോട്ടൽ 12 മക്കൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. ഈ 12 മക്കളാണ് ബനു ഇസ്രായീൽ എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ബനു ഇസ്രായീൽ, ഇസ്രായേലിൻ്റെ മക്കൾ. ആരാണ് ഇസ്രായേൽ? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റൊരു പേരാണ്. ഒന്നെങ്കിൽ 2 പേര്, അല്ലെങ്കിൽ സ്ഥാനപ്പേര്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അബ്ദുള്ള എന്നാണ്. അറബിയിൽ അബ്ദുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്ര എന്ന് പറഞ്ഞാൽ അടിമ, ഈൽ എന്ന് പറഞ്ഞാൽ ഇലാഹ്, ഇലോഹീം, ഈൽ ദൈവം. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അർത്ഥം.
ജിബ്രീൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അർത്ഥം, ഇസ്രാഫീൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ, ചില പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം അബ്ദുറഹ്മാൻ. അപ്പോൾ ഇസ്രായേൽ എന്നത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്ഥാനപ്പേരാണ്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ്. ഈ 12 മക്കളിൽ നിന്നാണ് പിന്നീട് അതുണ്ടാകുന്നത്, അതിൻ്റെ മറ്റു ശാഖകൾ ഉണ്ടാകുന്നത്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടിട്ടുള്ളത് ഈ സഹോദരങ്ങളെയാണ്. പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ് തൻ്റെ ഉമ്മയെയുമാണ് റഅയ്തുഹും ലീ സാജിദീൻ, സുജൂദ് ചെയ്യുന്നതായി കണ്ടു. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമ ഇത് പറയുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്കറിയില്ല ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്കറിയില്ല. അദ്ദേഹം പിതാവിനോടിത് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഉപ്പ പറഞ്ഞു, ഖാല യാ ബുനയ്യ, അദ്ദേഹം പറഞ്ഞു യാ ബുനൈ, എൻ്റെ പൊന്നുമകനെ, യാ ബുനയ്യ, എൻ്റെ പൊന്നുമകനെ, ലാ തഖ്സുസ് റുഇയാക, ഈ സ്വപ്നം വേറെ ആരോടും പറയരുത്. ലാ തഖ്സുസ് റുഇയാക, ഖസ്സ യഖുസ്സു ഖസ്സൻ, ലാ തഖ്സുസ് റുഇയാക, ഈ സ്വപ്നം പറയരുത്. ആരോട്? അലാ ഇഖ്വതിക, നിന്റെ സഹോദരന്മാരോട്, നിന്റെ സഹോദരന്മാരോട് പറയരുത്. അലാ ഇഖ്വതിക. കാരണം എന്താണ്? ഫയകീദു ലക കൈദ, കാദ യകീദു കൈദ എന്ന് പറഞ്ഞാൽ തന്ത്രം പ്രയോഗിക്കുക, എതിരായി തന്ത്രം പ്രയോഗിക്കുക. അതാണ് ഫയകീദു ലക കൈദ. നിനക്കെതിരിൽ, നിനക്ക് വേണ്ടി അവർ തന്ത്രം പ്രയോഗിക്കും, അഥവാ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി. അവർ നിന്റെ കാര്യത്തിൽ അസൂയാലക്കളാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഫയകീദു ലക കൈദ, അവർ തന്ത്രം പ്രയോഗിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളോട് ഇതിനെക്കുറിച്ച് പറയരുത്. ഇന്ന ശൈത്താന, നിശ്ചയമായും പിശാജ്, ലിൽ ഇൻസാനി, മനുഷ്യനോട് അദുവ്വും മുബീൻ, പ്രത്യക്ഷനായ ശത്രുവാണ്. പ്രത്യക്ഷ ശത്രുവാണ് ആര്? പിശാജ്, ശൈത്താൻ. അതുകൊണ്ട് ശൈത്താൻ നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കും, പല പ്രശ്നങ്ങൾക്കത് കാരണമായി തീരും. അതുകൊണ്ട് പൊന്നുമകൻ, പൊന്നുമോനെ, നീ ഇത് സഹോദരന്മാരോട് പറയരുത് എന്ന് ഉപ്പ പറയുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നബിയോട് അല്ലെങ്കിൽ ഒരു ആലിമിനോട് പറയുന്നതിൻ്റെ പ്രത്യേകതയാണിത്. എന്നാൽ അത്രമാത്രം ഒരു ഇൽമില്ലാത്ത, എന്നാൽ ഇതിനെ സംബന്ധിച്ച് അറിവുമുള്ള ഒരാളാണിത് കേട്ടതെങ്കിൽ ഉടനെ തന്നെ അതൊരു ആഘോഷമാക്കും, എല്ലാവരെയും വിളിച്ചുകൂട്ടും, കാര്യങ്ങളൊക്കെ വിശദീകരിക്കും, പിന്നീട് അത് വഷളാകും. പക്ഷെ അവിടെ വളരെ ഹിക്മത്തോടുകൂടി കൈകാര്യം ചെയ്യാണ്, അഥവാ ഹിക്മത്തോടുകൂടി ഒരു വിഷയം കൈകാര്യം ചെയ്യലാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അത് ഇൽമിനേക്കാൾ കുറച്ചുകൂടി അപ്പുറത്താണ്. ഒരാൾക്ക് വേണമെങ്കിൽ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയാം, പക്ഷെ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിഞ്ഞില്ലെങ്കിൽ അവിടെ ഹിക്മത്ത് പോയി. അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ അത് ഫിഖ്ഹായി. അതുകൊണ്ടാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘവീക്ഷണത്തോടുകൂടി പറയാണ്, അദ്ദേഹത്തിന് മനസ്സിലായി ഈ സ്വപ്നത്തിൽ എന്തൊക്കെയോ ഉണ്ട്. ഒരു നബി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ ലാ തഖ്സുസ് റുഇയാക അലാ ഇഖ്വതിക്, നിന്റെ സഹോദരന്മാരോട് ഇത് പറയരുത്. ബെന്യാമീനല്ല, അതല്ലാത്ത മറ്റു 10 സഹോദരങ്ങൾ, അവരോടിത് പറയരുത്. കാരണം അവർക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോടും അതേപോലെ തന്നെ ബെന്യാമീനോടും ചെറിയൊരു അസൂയ ഉണ്ടായിരുന്നു. കാരണം അവരോട് പിതാവ് കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഒരു നബി, ഒരു പ്രവാചകൻ ഒരിക്കലും എന്ത് കാണിക്കൂല? അനീതി കാണിക്കൂല. പക്ഷേ അർഹതപ്പെട്ടവർക്ക് നൽകുന്നത് അനീതിയായി വേറെ ചിലർക്ക് തോന്നിയേക്കാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിലും മറ്റും ചില അടയാളങ്ങൾ ആര് കണ്ടിരുന്നു? ഉപ്പ കണ്ടിരുന്നു. അതുകൊണ്ടുള്ളൊരു പ്രത്യേക ശ്രദ്ധയായിരുന്നു അത്. കാരണം ഒരു നബിയാകാൻ പോകുന്നു എന്നുള്ള ഒരു അറിയിപ്പ്, ആ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യേക ശ്രദ്ധയായിരുന്നു. ആ ശ്രദ്ധയെ അവർ തെറ്റിദ്ധരിച്ചതാണ് യഥാർത്ഥത്തിൽ. അല്ലാതെ ഒരു നബി, ഒരു പ്രവാചകൻ ഒരിക്കലും തന്നെ അനീതി കാണിക്കുകയില്ല. മക്കൾക്കിടയിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും അങ്ങനെയുള്ളവരെ അള്ളാഹു നബിയായി തെരഞ്ഞെടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഫയകീദു ലക കൈദ, അവർ എന്തെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിച്ചേക്കാം, അസൂയ കാരണത്താലും മറ്റും. കാരണം അസൂയയും അതുപോലുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നിടത്ത് ഓടി വരുന്ന ഒരാളുണ്ട്, അതാണ് പിശാജ്. പിശാജ്
അസൂയയിലൂടെയാണ് മനുഷ്യർക്കിടയിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നത്. കാരണം രണ്ട് ഭാരിച്ച സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഒന്നാമത്തെ തിന്മക്കുള്ള കാരണം പോലും എവിടുന്നാണ്? ഹസദുൻ, അസൂയയിൽ നിന്നാണ്. എന്തുകൊണ്ട് ആദം നബിക്ക് സുജൂദ് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ ഹാദല്ലദീ, ഈ വ്യക്തി, കറംതഹു അലൈ, എന്നേക്കാൾ കൂടുതൽ കറാമത്ത് നൽകിയില്ലേ, അതുകൊണ്ട് സുജൂദ് ചെയ്യൂല എന്നാണ് പറഞ്ഞത്. അസൂയ. ഇബ്ലീസിന് ഉണ്ടായിട്ടുള്ള ആദ്യത്തെ പ്രശ്നം അസൂയാണ്. ഇബ്ലീസ് മനുഷ്യരെ തെറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധം അസൂയയാണ്. അസൂയക്ക് സാധ്യതയുള്ളിടത്തിലെല്ലാം ഇബ്ലീസ് വരും. അതുകൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞത്, ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ, മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ് പിശാച്. ആ പിശാച് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ഇതിൽ വലിയൊരു ഫിത്തന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കണ്ട ഈ ഒരു അപൂർവ സ്വപ്നം, ഒരു അത്ഭുതകരമായ ഈ സ്വപ്നം ആരോടും പറയണ്ട എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് പറയുകയാണ്. ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ടും തുടർന്നുള്ള വചനങ്ങളുടെയും വിശദീകരണം അടുത്ത ദർസിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.